ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ച ആദ്യഘട്ട പദ്ധതികളുടെ ശിലാസ്ഥാപനം അടുത്ത മാസത്തോടെ നടത്താനാകുമെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാനത്ത് റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് ഹൈക്കോടതി. ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി റണ്ണറപ്പായ കേരള ടീമിനെ സംസ്ഥാന സർക്കാർ ഇന്ന് ആദരിക്കും. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 3 ബജറ്റനന്തര വെബിനാറുകളിൽ പങ്കെടുക്കും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയായിരിക്കും പ്രധാനമന്ത്രി വെബിനാറിൽ പങ്കെടുക്കുക. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഉൽപാദനം, കയറ്റുമതി, ആണവോർജ്ജ ദൌത്യങ്ങൾ, നിക്ഷേപം, ബിസിനസ് സുഗമമാക്കുന്നതിനുള്ള പരിഷ്കാരങ്ങൾ എന്നിവ സംബന്ധിച്ചാണ് വെബിനാറുകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ചാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 10-ന് സഭ വീണ്ടും സമ്മേളിക്കും. സംസ്ഥാനത്തെ ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ സർക്കാർ നടപടി സ്വീകരിക്കാത്ത സ്ഥിതിവിശേഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. ആശമാരുടെ പ്രശ്നങ്ങൾ അവരുമായി നേരിട്ട് ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആശാപ്രവർത്തകർക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നതും ഇൻസെന്റീവ് നൽകുന്നതും കേരള സർക്കാരാണെന്ന് മന്ത്രി വീണ ജോർജ് മറുപടിയായി പറഞ്ഞു. കേന്ദ്ര പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയിട്ടും സംസ്ഥാനം പിന്മാറിയില്ലെന്നും അതിനാൽ വിഷയം നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെന്റീവ്സും 60-40 അനുപാതത്തിലാണ് നൽകുന്നത്. അതായത് ഒരു ആശയ്ക്ക് 13,000 രൂപ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ 13,000 രൂപയിൽ 9,400 രൂപയും സംസ്ഥാന സർക്കാർ നൽകുന്നതാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. എങ്ങനെ കേന്ദ്ര സ്കീമിൽ ഉൾപ്പെട്ട ആശമാരെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കാമെന്നുള്ളതിന്റെ നല്ല മാതൃകയാണ് സാർ കേരളം കാണിക്കുന്നത്. മന്ത്രി വീണ ജോർജിന്റെ മറുപടിയെ തുടർന്ന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. 2007 മുതൽ 2011 വരെ ആശാപ്രവർത്തകർക്ക് ഓണറേറിയം ഒന്നും നൽകിയിട്ടില്ലെന്നും യുഡിഎഫ് സർക്കാരാണ് ആശാപ്രവർത്തകർക്ക് ഓണറേറിയം നൽകിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. 2007 മുതൽ 2011 വരെയുള്ള കാലയളവിൽ മന്ത്രി പറഞ്ഞതുപോലെയല്ല സംസ്ഥാന സർക്കാർ യാതൊരു ഓണറേറിയവും നൽകിയിരുന്നില്ല. ആ സർക്കാരിന്റെ കാലത്ത് 2011-12 അവസാന ബജറ്റിൽ 300 രൂപ ഓണറേറിയമായി നൽകുമെന്ന് പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്ത്. അത് കൊടുത്തത് UDF സർക്കാരാണ്. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ തുടർ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി മന്ത്രി പി രാജീവ്. ഏപ്രിൽ മാസത്തോടെ ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ച ആദ്യഘട്ട പദ്ധതികളുടെ ശിലാസ്ഥാപനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ NH-66മായി ബന്ധിപ്പിക്കുന്ന പോർട്ട് റോഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി VN വാസവൻ നിയമസഭയിൽ പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കുള്ള റെയിൽ പാതയുടെ സ്ഥലമെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയത് സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ ഇടിവുണ്ടാക്കിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. എന്നാൽ നികുതിയേതര വരുമാനത്തിൽ 44.05% വളർച്ച രേഖപ്പെടുത്തിയെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ചരിത്രത്തിലാദ്യമായി അടുത്ത വർഷത്തെ സംസ്ഥാന ബജറ്റ് 2 ലക്ഷം കോടിയിൽ എത്തിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സാർ, മാർച്ച് അവസാനമാകുമ്പോൾ 1,78,000 കോടി ഞങ്ങൾ സ്പെൻഡ് ചെയ്യും. സാർ, 1,60,000 3 വർഷക്കാലം അങ്ങനെ പിടിച്ചു നിന്നിടത്തുന്നു. 1,78,000 എന്ന് പറഞ്ഞാൽ 18,000 കോടി രൂപ അധികമായി ചെലവാക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ലക്ഷണമല്ലേ സാർ? എന്ന് മാത്രമല്ല സാർ, അടുത്ത വർഷത്തെ ബഡ്ജറ്റ് ചരിത്രത്തിലാദ്യമായി കേരളത്തിന്റെ ബഡ്ജറ്റ് 2 ട്രില്യൺ റുപ്പീസിലേക്ക് എത്തി. 2 ലക്ഷം കോടി കടക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ആ പറഞ്ഞ കണക്കുകളിലേക്ക് എത്തും എന്ന നിലയിലേക്ക് നമുക്ക് മുന്നോട്ട് വന്നു.
സംസ്ഥാനത്ത് റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് റാഗിംഗ് കേസുകൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സംസ്ഥാനത്തെ കോളേജുകളിൽ ആന്റി റാഗിംഗ് നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നിരീക്ഷണ സമിതികൾ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി റണ്ണറപ്പായ കേരള ടീമിനെ സംസ്ഥാന സർക്കാർ ഇന്ന് ആദരിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന അനുമോദന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കായികമന്ത്രി അബ്ദുറഹ്മാൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മന്ത്രിമാർ, സ്പീക്കർ, KCA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സംഘത്തിന് ഊഷ്മള വരവേൽപ്പാണ് നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ സംഘർഷത്തിനിടെ 10ാം ക്ലാസുകാരൻ മരിക്കാനിടയായ സംഭവത്തിൽ ഒരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ 5 വിദ്യാർത്ഥികൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവ് പ്രകാരം ഒബ്സർവേഷൻ ഹോമിൽ തുടരുകയാണ്. ഓണാട്ടുകരയുടെ മഹോത്സവമായ ചെട്ടിക്കുളങ്ങര കുംഭഭരണി ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. 14 വീടുകളിൽ നിന്നാണ് ഇത്തവണ കുത്തിയോട്ടം വഴിപാടായി സമർപ്പിക്കുന്നത്. കുത്തിയോട്ട ഘോഷയാത്രകൾ ഓരോന്നായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് കുത്തിയോട്ട ഘോഷയാത്രയിൽ പങ്കാളികളായിട്ടുള്ളത്. കലാവൈഭവത്തിന്റെ കമനീയത നിറയുന്ന കെട്ടുകാഴ്ചകളുടെ വരവ് വൈകിട്ടാണ്. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് എന്നീ 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. സന്ധ്യയോടെ ഈ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിന് മുന്നിലെ കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കും. പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് നാളെ തുടക്കം. ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും. നാളെ രാവിലെ ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത്. ഈ മാസം 13-നാണ് ആറ്റുകാൽ പൊങ്കാല. ഇന്ന് ദേശീയ സുരക്ഷാ ദിനം. ജോലിസ്ഥലങ്ങൾ ഉൾപ്പെടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിനാണ് ദിനാചരണം. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. ഓസ്ട്രേലിയ മികച്ച എതിരാളിയാണെന്നും ഇന്ത്യൻ താരങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ന് മത്സരത്തിനിറങ്ങുന്നതെന്നും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞു. 2ാം സെമിയിൽ നാളെ ദക്ഷിണാഫ്രിക്കയും ന്യൂസിലാൻഡും ഏറ്റുമുട്ടും. ISL ഫുട്ബോളിൽ FC ഗോവ ഇന്ന് മുഹമ്മദൻ SCയെ നേരിടും. രാത്രി 7:30-ന് ഗോവയിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ഗോവ 2ാമതും മുഹമ്മദൻ SC അവസാന സ്ഥാനത്തുമാണ്. ആശാപ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് BJPയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ മാർച്ച് നടത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പാനൂരിനടുത്ത് മൊകേരിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ AK ശ്രീധരന്റെ കുടുംബത്തിന് വനം വകുപ്പ് പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു 5 ലക്ഷം രൂപ കൈമാറി. 10 ലക്ഷം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് കൃഷിയിടത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ശ്രീധരൻ മരിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 166 പോയിന്റ് താഴ്ന്ന് 72,926-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 50 പോയിന്റ് താഴ്ന്ന് 22,069-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 8,010 രൂപയും പവന് 560 രൂപ കൂടി 64,080 രൂപയുമാണ് ഇന്നത്തെ വില. പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിലെ വട്ടവടയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ടോപ്പ് സ്റ്റേഷൻ വരെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ വട്ടവട പഞ്ചായത്തിലേക്ക് കടത്തിവിടുന്നില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ച ആദ്യഘട്ട പദ്ധതികളുടെ ശിലാസ്ഥാപനം അടുത്ത മാസത്തോടെ നടത്താനാകുമെന്ന് മന്ത്രി P രാജീവ്. സംസ്ഥാനത്ത് റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് ഹൈക്കോടതി. ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി റണ്ണറപ്പായ കേരള ടീമിനെ സംസ്ഥാന സർക്കാർ ഇന്ന് ആദരിക്കും. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.